കഴിവിന്റെ പരമാവധി ദുഹാ നിസ്കാരം ശീലമാക്കണം. ആത്മജ്ഞാനികൾ പറഞ്ഞില്ലേ, സാമ്പത്തിക രംഗത്ത് വലിയ ബറക്കത്ത് കിട്ടുന്നതിന് നിമിത്തമാകുന്നൊരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന പലരും ഉണ്ട്. കടബാധ്യതകള്, കച്ചവടം ശരിയാകണില്ല, ജോലി ശരിയാകണില്ല, കുറെ ജോലിക്കൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുത്ത് ആദ്യം 2 ആഴ്ച നിൽക്കും, പിന്നെ 1 മാസം നിൽക്കും, പിന്നെ അത് വേണ്ടാന്ന് നോക്കും. വലിയ ബുദ്ധിമുട്ടാണ്, എത്ര കിട്ടിയാലും തികയില്ല. സാമ്പത്തിക രംഗത്ത് വലിയ ബറക്കത്തുണ്ടാകാൻ വലിയൊരു സബബാണ് ദുഹാ നിസ്കാരം. 8 റക്അത്ത് നിസ്കരിക്കുന്ന ആലിമീങ്ങളുണ്ട്. ഒരു 2 നമ്മൾ നിസ്കരിക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജോലിക്ക് പോകുന്ന നേരമാകുമ്പോ സൂര്യൻ ഉദിച്ചൊരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്ക് ദുഹാ നിസ്കാരത്തിന്റെ സമയമായി. മക്കയിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 8 റക്അത്ത് ദുഹാ നിസ്കരിച്ചു എന്നല്ലേ ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തത്. ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചല്ലേ തങ്ങൾ നിസ്കരിച്ചത്. സുബ്ഹാനല്ലാഹ്, ഒരു 2 നമ്മൾ നിസ്കരിച്ചാൽ അത് വലിയ ബറക്കത്തുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് വലിയ ബറക്കത്ത് നമ്മുടെ സാമ്പത്തികമായ രംഗത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.